വെൽക്കം ബാക്ക് ടു ചാരു സർക്കിൾ. ദേ ഒരു കുട്ടി പരിപാടിയായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വളരെ എളുപ്പം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതും ബിഗിനേഴ്സിനും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ പെയിൻറ്റിങ്. ഒരു കുഞ്ഞ് സ്പോഞ്ച് വെച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്നാൽ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. കുപ്പി വൈറ്റ് അക്രിലിക് പെയിൻറ്റ് 2 കോട്ട് ചെയ്ത് ഞാൻ ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. വൈറ്റിന് പകരം നിങ്ങൾക്ക് ഏത് കളർ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം ഞാൻ വൈറ്റ് കൊടുത്തേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട സാധനം ഈ സ്പോഞ്ചാണ്. സ്പോഞ്ച് ഞാൻ ഇപ്പോൾ വലിയ പീസ് എടുത്തെങ്കിൽ നമുക്കൊരു ചെറിയ കഷ്ണങ്ങൾ മതിയാവും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഒരു കംഫർട്ട് കുപ്പിയുടെ ക്യാപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് റൗണ്ട് കിട്ടുന്ന എന്തും എടുക്കാം, ഷേപ്പ് കൊടുക്കാൻ വേണ്ടി ഏത് സാധനവും എടുക്കാം. ഇപ്പം ഞാൻ ആ ക്യാപ്പ് കൊണ്ട് കൊടുക്കുന്നതിന് എളുപ്പം തോന്നിയിട്ടാണ് ഞാൻ ആ ക്യാപ്പ് എടുത്തത്. നമ്മൾ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉണ്ടല്ലോ, അതായാലും മതിയാവും. അപ്പോൾ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഏത് കളറാണോ, ഇപ്പം ഞാൻ ബ്ലൂ കളറാണ് കൊടുക്കുന്നത്, അപ്പോൾ ബ്ലൂ കളറ് ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ബോട്ടിലോട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബോട്ടിലോട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബോട്ടിൽ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് ആ ക്യാപ്പ് എല്ലായിടത്തും ടച്ച് ആവില്ല. അപ്പോൾ നമ്മളൊന്ന് കറക്കി ഒന്ന് വട്ടം കൊടുത്താൽ മതിയാവും. അപ്പോൾ ഓരോരോ വട്ടം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് അത് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു ചെറിയ കഷ്ണം സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ റൗണ്ട് ഷേപ്പ് കൊടുത്തില്ലേ, അതിനുള്ളിൽ ജസ്റ്റ് ആ ബ്ലൂ കളർ തന്നെ ടച്ച് ചെയ്ത് കൊടുക്കാം. അത് തേച്ച് പിടിപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ആ വൈറ്റും കാണണം, ബ്ലൂവും കാണണം, അതുപോലെ വേണം ടച്ച് ചെയ്ത് കൊടുക്കാൻ. ഇതിങ്ങനെ ഓരോ റൗണ്ടിലും അങ്ങനെ തന്നെ കൊടുക്കണം. ഇതിപ്പോൾ ലൈറ്റ് കളേഴ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഡാർക്ക് കളേഴ്സ് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഓരോ റൗണ്ടിലും നമ്മളതുപോലെ കൊടുക്കണം. ഇതുപോലെ ഓരോ കളേഴ്സും എടുത്ത് നമുക്ക് കൊടുക്കാം. ഇത് പിങ്ക് കളറാണ് കൊടുക്കുന്നത്. ഈ പിങ്ക് അല്ല പീച്ച് കളർ, പിങ്ക് കളറെന്ന് എപ്പോഴും വരുള്ളൂ. ഇത് പീച്ച് കളറാട്ടോ. പീച്ച് കളർ ഇത് റൗണ്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ സ്പോഞ്ച് എടുക്കുക, ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓരോ കളേഴ്സും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം സ്പോഞ്ച് എടുത്തിട്ട് വൈറ്റ് ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട്, ഒരുപാട് കൊടുക്കരുത്, ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാ കളേഴ്സിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അതൊരു ലൈറ്റ് ഷെയ്ഡ് വൈറ്റും കിട്ടും, എല്ലാ കളേഴ്സും കിട്ടും. അപ്പോൾ അതറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഇതുപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് ഓരോ റൗണ്ടും നമുക്കൊന്ന് തിക്കാക്കി കൊടുക്കണം. അത് ഇന്ന് ഔട്ട്ലൈൻ ഒരു ബ്രഷ് കൊണ്ടൊന്ന് തിക്കായിട്ട് വരച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ വരച്ചു കൊടുത്തതിന് ശേഷം മുകളിലോട്ട് കുപ്പിയുടെ കഴുത്ത് ഭാഗത്തായിട്ട് നമ്മൾ ഈ കൊടുത്ത കളേഴ്സ് തന്നെ മുകളിലോട്ട് ഒന്ന് സ്പോഞ്ച് കൊണ്ടോ ബ്രഷ് കൊണ്ടോ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ആദ്യം ഞാൻ ഗ്രീൻ കളറ് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഗ്രീൻ യെല്ലോ എന്ന രീതിയിൽ കൊടുക്കുകയാണ്. ഒരു സ്പോഞ്ച് കൊണ്ട് ആദ്യം ഒന്ന് ബ്രഷ് കൊണ്ട് വരയ്ക്കുക. എന്നിട്ട് ആ കളേഴ്സ് സ്പോഞ്ച് കൊണ്ട് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ കളേഴ്സിനോട് ടച്ച് ചെയ്തിരിക്കണം. ഇതേ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ ആ കൊടുത്ത കളേഴ്സ് തന്നെ ചെയ്യണം. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ അവസാനം ബ്ലൂ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് ഷെയ്ഡ്സാണ് കളേഴ്സ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡാർക്ക് ഷെയ്ഡോ അല്ലെങ്കിൽ ബേസ് കോട്ട് വൈറ്റിന് പകരം വേറെ ഏതെങ്കിലും കളർ കൊടുത്തിട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു കളേഴ്സാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വളരെ ലൈറ്റാണ്, എന്നാൽ നമ്മൾ ഔട്ട്ലൈൻ നല്ല തിക്കായിട്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇത് ബിഗിനേഴ്സിനും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. എല്ലാവരും ചെയ്തു നോക്കണം, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.